ഹലോ ഗായ്സ്, ഡേ 31 ആണ്. വർക്കൗട്ട് കഴിഞ്ഞ് മിക്ക ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് ബ്രീത്തിലൊന്ന് ഫോക്കസ് ചെയ്യാറുണ്ട്. നമ്മളെ മൈൻഡിനെ റിലാക്സ് ആക്കുന്നതിന് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഫോക്കസ് ഇമ്പ്രൂവ് ആവുന്നതിനും ഇത് നല്ലൊരു വഴി കൂടിയാണ്. ഇന്ന് ആദ്യമേ തന്നെ ഞാൻ യോഗ ബാളിലാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. യോഗ ബാളിന് മുകളിലൂടെയുള്ള ജമ്പായിരുന്നു ആദ്യമേ ചെയ്തത്. അത് 20 കൗണ്ടാണ് ചെയ്തത്. അതിനുശേഷം നേരെ ഫ്രണ്ട് റോളിലേക്ക് പോയി. ഫ്രണ്ട് റോൾ ചെയ്തത് യോഗ ബാളിൻ്റെ മുകളിൽ കൂടി ചാടിയായിരുന്നു. അതിനുശേഷം നേരെ കുറച്ച് നേരം ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് യോഗ ബാളിൻ്റെ സഹായത്തോടെയാണ് ചെയ്തത്. എൻ്റെ സ്റ്റുഡൻ്റായ ശ്രേയതൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു യോഗ ബാൾ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കണമെന്ന്. അതിനുശേഷം നേരെ പോയത് ഒരു ചലഞ്ചിലേക്കാണ്. യോഗ ബാളിൻ്റെ മുകളിലൂടെ ജമ്പ് ചെയ്ത് ഹാൻഡ് സ്റ്റാൻഡ് വാക്കിലേക്ക് വരണം. അതായിരുന്നു ചലഞ്ച്. സ്കിപ്പി റോപ്പ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം സ്കിപ്പി റോപ്പ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് സ്കിപ്പി റോപ്പ് ചെയ്ത് നോക്കി. അടുത്തത് പുഷപ്പിൻ്റെ കൂടെയായിരുന്നു. നോർമൽ പുഷപ്പായിരുന്നു ആദ്യമേ ചെയ്തത്. നോർമൽ പുഷപ്പ് 10 കൗണ്ട് ചെയ്തു. അടുത്ത പുഷപ്പ് നക്കിൾ ക്ലാപ്പ് പുഷപ്പായിരുന്നു. നക്കിൾ ക്ലാപ്പ് പുഷപ്പ് 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. കമാൻഡോ പുഷപ്പും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കമാൻഡോ പുഷപ്പ് ചെയ്ത് നോക്കി. പിന്നീട് പോയത് ട്രിപ്പിൾ നെഞ്ചക്കിലേക്കായിരുന്നു. ട്രിപ്പിൾ നെഞ്ചക്ക് കുറച്ച് നേരം ചെയ്ത് നോക്കിയിട്ട് നേരെ സ്ക്വാട്ടിലേക്ക് പോയി. 10 kg പ്ലേറ്റ് ഉപയോഗിച്ചായിരുന്നു സ്ക്വാട്ട് ചെയ്തത്. 20 കൗണ്ടിൻ്റെ 2 സെറ്റാണ് സ്ക്വാട്ട് ചെയ്തത്. സ്ക്വാട്ട് കഴിഞ്ഞ് നേരെ പോയത് അടുത്ത വർക്കൗട്ടും പ്ലേറ്റ് ഉപയോഗിച്ചുള്ള വർക്കൗട്ടായിരുന്നു. ഹെഡ് സർക്കിൾസ് ആണ് ചെയ്തത്. 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ഹെഡ് സർക്കിൾസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് പിഞ്ച് ഹോൾഡിലേക്കാണ്. നമ്മുടെ ഫോറാമിൻ്റെ സ്ട്രെങ്തും നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്തും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്ന വർക്കൗട്ടാണ് പിഞ്ച് ഹോൾഡ്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പഞ്ചും പവറും സ്പീഡും ഒക്കെ ഇമ്പ്രൂവ് ആവാനുള്ള ബാർബൽ ഉപയോഗിച്ചുള്ള വർക്കൗട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് മിശ്രദണ്ഡിലേക്കാണ്. മിശ്രദണ്ഡ് 30 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കൗട്ട് സ്റ്റിക്കും നെഞ്ചക്കും ഉപയോഗിച്ചുള്ള റൊട്ടേഷൻ ആയിരുന്നു. മൂവ് ചെയ്തുകൊണ്ട് സ്റ്റിക്കും നെഞ്ചക്കും റൊട്ടേറ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ തന്നെ 2-3 വേരിയേഷൻ ചെയ്ത് നോക്കി. നെഞ്ചക്ക് എടുത്തിട്ട് 2 ദിവസം ആയതുകൊണ്ട് നെഞ്ചക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെഞ്ചക്കിൻ്റെ റൊട്ടേഷനാണ് പിന്നീട് പ്രാക്ടീസ് ചെയ്തത്. ഈ വീഡിയോ കാണുന്ന സ്പീഡിൽ എൻ്റെ നെഞ്ചക്ക് റൊട്ടേഷൻ എത്തിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് സ്പീഡ് കൂട്ടിയാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ലാസ്റ്റ് സെക്ഷനായ യോഗ സെക്ഷനിലായിരുന്നു. യോഗ സെക്ഷനിൽ കുറേ പോസുകളൊക്കെ ചെയ്തിട്ട് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.